matrices എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ theory part of matrices. Okay. First, what is a matrix? A rectangular array of m rows and n columns is called a matrix. Okay. The general form of an m by n matrix. General form of an m by n matrix: A11, first row, second element, first row, third element, etc. First row, nth element. Now, second row, first element, second row, second element, second row, third element, etc. Second row, nth element. Third row, first element, third row, second element, third row, third element, etc. Third row, nth element, etc. Mth row, consider the mth row first element, mth row second element, mth row third element, etc. Mth row nth element. This is the general form of an m by n matrix containing m rows and n columns. Okay, this is the first row, second row, third row, etc. Mth row, first column, second column, nth column. Okay. Now this matrix can be represented by Aij, general element, Aij of order m by n. ഈ മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ കൂടി ഡിനോട്ട് ചെയ്യാം. A matrix having 2 rows and 3 columns. 2 rows എന്ന് പറയുമ്പോൾ A11, 3 columns A12, A13. Okay. A21, A22, A23. So this is a 2 by 3 matrix. Its order is 2 by 3. Okay. Next, a matrix having 3 rows and 2 columns. A11, A12, A21, A22, A31, A32. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ Aij തന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് മെട്രിസസ്. ഫസ്റ്റ് വൺ ഈസ് റോ മെട്രിക്സ്. റോ മെട്രിക്സ്. ഓക്കെ, എ മെട്രിക്സ് ഹാവിംഗ് ഓൺലി വൺ റോ ഈസ് കോൾഡ് എ റോ മെട്രിക്സ്. For example, A is equal to matrix 1 minus 1 0. Okay. Now, second one, column matrix. A matrix having only one column. Column matrix. A matrix having only one. A is equal to matrix minus 1 0 2. This is a column matrix. Okay. Next is square matrix. A matrix in which the number of rows is equal to the number of columns. Okay. A matrix in which the number of rows is equal to the number of columns is called a square matrix. For example, A is equal to 1 2 3 4. This is a square matrix. Its order is 2 by 2, or order is 2. It's a 2 by 2 matrix. B is equal to matrix minus 1 2 3 1 0 5 0 4 3. That is a square matrix of order 3. Okay. Now fourth one is a diagonal matrix. Okay, diagonal matrix. നമുക്കിത് ജനറൽ ഫോം ഉപയോഗിച്ച് പറയാം. A is equal to matrix Aij, ഇങ്ങനെ ഒരു മെട്രിക്സ് ഓഫ് ഓർഡർ m by n ഈസ് കോൾഡ് എ ഡയഗണൽ മെട്രിക്സ്. ഈസ് കോൾഡ് എ ഡയഗണൽ മെട്രിക്സ് ഇഫ് കണ്ടീഷൻസ് ആണ്. കണ്ടീഷൻസിൽ ഒന്നാമത്തത്, ഇത് ഒരു സ്ക്വയർ മെട്രിക്സ് ആകണം. m ഈക്വൽ ടു n. ഇവിടെ ഈ എലമെന്റ് എമ്മിൻ്റെ എന്നിൻ്റെ വാല്യൂ സെയിം ആണ്, അപ്പോൾ സ്ക്വയർ മെട്രിക്സ് ആവും. രണ്ടാമത്തത് ഇതിലെ ഡയഗണൽ എലമെന്റ്സ് ഒഴികെ, ഡയഗണൽ എലമെന്റ്സിന്റെ പ്രത്യേകത ഐയും ജെയും സെയിം ആവുക എന്നാണ്. 1 1 2 2 3 3 4 4. ഐയും ജെയും ഡിഫറൻ്റ് ആണെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് അല്ലാത്തത്. അപ്പോൾ Aij ഈസ് ഈക്വൽ ടു Aij, ഡയഗണൽ എലമെന്റ്സ് അല്ലാത്തത് എന്ന് പറയുമ്പോൾ ഐയും ജെയും സെയിം അല്ല എന്ന് കണ്ടീഷൻ കൊടുത്താൽ മതി. അതെല്ലാം 0 ആയിരിക്കണം. അപ്പം ഇങ്ങനെ എഴുതിയാൽ ഇതിന്റെ മീനിങ് ഡയഗണൽ എലമെന്റ്സ് അല്ലാത്ത എലമെന്റ്സ് എല്ലാം 0 ആണെന്നാണ്. ഫോർ എക്സാമ്പിൾ, A ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 0 0 0 2 0 0 0 3. ഈ കണ്ടീഷനോട് സാറ്റിസ്ഫൈ, ഇതൊരു 3 by 3 മെട്രിക്സ് ആണ്, സ്ക്വയർ ആണ്. ഡയഗണൽ എലമെന്റ്സ് ഒഴികെയുള്ളത്, ഡയഗണൽ എലമെന്റ്സ് അതെന്തോ ആയിക്കോട്ടെ, ഡയഗണൽ എലമെന്റ്സ് അല്ലാത്തത് 0 ആവുക എന്നാണ്. Okay, so that is the diagonal matrix. Now the fifth one,
Fifth one is a scalar matrix. See, A is equal to matrix Aij of order m by n is a scalar matrix if കണ്ടീഷൻസ് ഇതൊക്കെയാണ്. ഒന്നാമത്തത് സ്ക്വയർ ആകണം, ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു എൻ, എം എൻ സെയിം ആകണം. രണ്ടാമത്തത് ഡയഗണൽ എലമെൻറ്റ്സ് ഒഴികെ ഉള്ളതെല്ലാം 0 ആകണം. അതായത് നമ്മൾ നേരത്തെ എഴുതിയ കണ്ടീഷനാണ് Aij ഈക്വൽ ടു 0 ഫോർ I നോട്ട് ഈക്വൽ ടു j. അടുത്തത് മൂന്നാമത്തെ കണ്ടീഷൻ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഒരു സ്കാലാർ ആകണം, അതൊരു ലാംഡ ആകണം ഫോർ I is equal to j. ഐയും ജെയും സെയിം ആവുമ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് നോൺ സീറോ സ്കാലാർ ആകണം, അതായത് ലാംഡയുടെ വാല്യൂ 0 ആകരുത് എന്നുകൂടിയുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി സ്കാലാർ മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ A is equal to, ഇപ്പോൾ ഇങ്ങനെ വരുന്നു 2 0 0 0 2 0 0 0 2. ഇതിൽ സ്ക്വയർ മെട്രിക്സ് ആണ്, ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാത്തതെല്ലാം 0 ആണ്, സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഒരേ ഒരു നമ്പറാണ്, 2 എന്ന് പറയുന്ന നമ്പർ തന്നെയാണ്, ലാംഡയാണ്, നോൺ സീറോ ആയിട്ടുള്ള നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു സ്കാലാർ മെട്രിക്സ് ആവും. ഓക്കെ, സിക്സ്ത് വൺ ഐഡൻറ്റിറ്റി മെട്രിക്സ്. നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്ന ഒരു മെട്രിക്സ് ആണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്, അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയും, യൂണിറ്റ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ A is equal to, നമ്മൾ ജനറൽ മെട്രിക്സ് എടുക്കുന്നു, Aij of order m by n is called a യൂണിറ്റ് മെട്രിക്സ്. ഇതിനൊരു യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ m is equal to n ആണ്, ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, m n സെയിം ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ ഇതിൽ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാത്തതെല്ലാം 0 ആകണം, I നോട്ട് ഈക്വൽ ടു j. മൂന്നാമത്തെ കണ്ടീഷൻ ഇതിൽ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആകണം, I ഈക്വൽ ടു j. അപ്പോൾ ഐഡൻറ്റിറ്റീനെ നമുക്ക് I എന്ന് ഡിനോട്ട് ചെയ്താൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 1 എന്ന് പറയുമ്പോൾ 1 എന്ന് കിട്ടും. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, 1 0 0 1, ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 1 0 0 0 1 0 0 0 1. ഓക്കെ, ഇങ്ങനെ ആണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നത്. അടുത്തത് നൾ മെട്രിക്സ് ആണ്, സെവൻത് വൺ. നൾ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നൾ മെട്രിക്സ് നമ്മുടെ മെട്രിക്സ് A is equal to മെട്രിക്സ് Aij of order m by n is called a null matrix if കണ്ടീഷൻ എന്താണ്, Aij എലമെൻറ്റ്സ് എല്ലാം 0 ആണ്, Aij ഈക്വൽ ടു 0 ഫോർ എവരി I, j. ഐയും ജെയും എന്ത് തന്നെ ആയാലും A11 0 ആണ്, A12 0 ആണ്, A13 0 ആണ്, എല്ലാ എലമെൻറ്റ്സും 0 ആണെങ്കിൽ അത് നൾ മെട്രിക്സ് ആണ്. ഓക്കെ, that is the seventh one. Now eighth one upper triangular matrix. Okay, the A is equal to matrix Aij of order m by n is called an upper triangular matrix if condition ഇതിൽ ഐയും ജെയും ഫസ്റ്റ് കണ്ടീഷൻ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആകണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിൽ Aijയുടെ വാല്യൂ 0 ആണ് ഫോർ I ഈസ് ഗ്രേറ്റർ ദാൻ j. നോക്കൂ, ഫോർ എക്സാമ്പിൾ A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുന്നു, A11 A12 A13 A21 A22 A23 A31 A32 A33. ഓക്കെ, ഇവിടെ ആദ്യത്തെ എലമെന്റ് ഈ സഫിക്സ് ആയിട്ട് വരുന്നതിൽ ആദ്യത്തെ ഐയും രണ്ടാമത്തെ ജെയും ആണ്. I ഗ്രേറ്റർ ദാൻ ജെ വരുന്നത് ഈ സ്ഥലത്തൊക്കെയാണ്. ഐയും ജെയും കമ്പയർ ചെയ്യുമ്പോൾ ഐയും ജെയും ഗ്രേറ്റർ ദാൻ വരുന്നത് ഈ 3 സ്ഥലത്താണ്. അതായത് 2ഉം 1ഉം ആണ്, ഇവിടെ 3ഉം 1ഉം ആണ്, 3ഉം 2ഉം ആണ്. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഐയും ജെയും ഗ്രേറ്റർ ദാൻ അല്ല. ഇവിടെയെല്ലാം ഇത് 0 ആണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതി കഴിഞ്ഞാൽ, അപ്പോൾ ഇതെങ്ങനെ എഴുതും?
ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. A11, A12, A13. ഇവിടെ 0, A22, A23. ഇവിടെ 0, 0, A33. So this is an upper triangular matrix. So M is equal to N and Aij is equal to 0 for I is greater than J. Now ninth one is lower triangular matrix. Lower triangular matrix. എന്താണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പറയാം. Aij is equal to capital A is equal to Aij of order m by n is called a lower triangular matrix. Lower triangular matrix if conditions are, first one is m is equal to n. Second condition is Aij is equal to 0 or I is less than j. നേരത്തെ എഴുതിയതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റിലേക്ക് വരും. A11, A12, A13, A21, A22, A23, A31, A32, A33. I is less than j വരുന്നത് ഈ 3 സ്ഥലത്താണ്. അവിടെ 0 വരും. അപ്പോൾ ഇത് മെട്രിക്സ് ഇങ്ങനെ മാറും. A11 0 0, A21 A22 0, A31 A32 A33 എന്ന് കിട്ടും. ഈ 3 സ്ഥലത്ത് 0 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദി ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഈക്വാളിറ്റി ഓഫ് ടു മെട്രിസസ്. ഇതാണ് A ഈസ് ഈക്വൽ ടു മെട്രിക്സ് Aij ഓഫ് ഓർഡർ m by n. B ഈസ് ഈക്വൽ ടു മെട്രിക്സ് Bij ഓഫ് ഓർഡർ m by n. are equal if Aij is equal to corresponding elements same ആണെന്നാണ്. Aij is equal to Bij for every I, j. Corresponding അത് A11 equal to B11 ആവും. A12 B12നോട് സെയിം ആവും. A13 B13നോട് സെയിം ആവും. Okay. So that is the equality of two matrices. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിലെ ഓർഡർ സെയിം ആണ് എന്നുള്ള കാര്യം ഓർക്കണം. ഇവിടെ ഓർഡർ സെയിം ആയിരിക്കണം ഈക്വാളിറ്റി ഓഫ് ടു മെട്രിസസിൽ. നെക്സ്റ്റ് ഈസ് അഡീഷൻ ഓഫ് ടു മെട്രിസസ്. A ഈസ് ഈക്വൽ ടു മെട്രിക്സ് Aij ഓഫ് ഓർഡർ m by n. B is equal to matrix Bij of order m by n. Then A plus B is equal to matrix Cij of order same order, where Cij is equal to Cij കാണുന്നത് Aij plus Bij എന്നാണ്. അതായത് C11 കാണാൻ A11ഉം B11ഉം തമ്മിൽ ആഡ് ചെയ്യാം. C12 കാണാൻ A12ഉം B12ഉം തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ. സോ Cij is equal to Aij plus Bij for I, j. ഐയും ജെയും ഇവിടെ എമ്മും ഐയുടെ വാല്യൂ 1 in between 1 and m എന്നാണ്. ജെയുടെ വാല്യൂ in between 1 and n എന്നാണ്. ഓക്കെ. സോ ദാറ്റ് ഈസ് ദി അഡീഷൻ ഓഫ് ടു മെട്രിസസ്. Now, properties of matrix addition. Properties il first one, A plus B. A is equal to, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെട്രിക്സ് ആണ്. A plus B is equal to A plus B. അതിന് മുമ്പ് നമുക്ക് A, B, C ഡിഫൈൻ ചെയ്യാം. ഓക്കെ. Properties. Let A is equal to, let capital A equal to matrix Aij of order m by n. B is equal to matrix Bij of order m by n. And C is equal to matrix Cij of order m by n. First one, A plus B equal to B plus A. That is commutative. Addition is commutative. Second property, A plus B plus C is equal to
A plus B plus C. Addition is associative. Okay. Now third one, A plus 0 is equal to A, which is equal to 0 plus A. 0 plus A. Existence of additive identity. Additive identity. Comma, which is the zero matrix. Zero matrix. Now fourth one, A plus minus A is equal to 0, which is equal to minus A plus A. Existence of additive inverse. So these are the properties of addition of two matrices. Okay. Next is properties of scalar multiplication. A is equal to matrix Aij of order m by n, and B is equal to matrix Bij of order m by n are two matrices, and we choose K comma L. K comma L are scalars. Okay. Then first property, K into scalar into sum of two matrices is Ka plus Kb. First one. Now second one, K plus L into A is equal to Ka plus La. Now third one, K into L into A is equal to K into La is equal to L into Ka. Okay. Now fourth property, minus K into A is equal to minus of K into A, which is equal to K into minus A. The moonu same ആണ്. Now fifth one, 1 into A. 1 means here the identity matrix. I into A is equal to A. And the sixth one, minus I into A is equal to minus A. So these are the properties of scalar multiplication. Next is subtraction of two matrices. Let A is equal to matrix Aij of order m by n, and B is equal to matrix Bij of order m by n. Then A minus B is equal to A plus minus B, that's equal to matrix Cij of order m by n, where the Cij is equal to Aij minus Bij for I comma j. Next is matrix multiplication. Matrix multiplication, നമ്മൾ ആദ്യം പ്രോഡക്റ്റ് ഓഫ് എ റോ മെട്രിക്സ് ആൻഡ് എ കോളം മെട്രിക്സ്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുന്നു. എ ഈസ് ഈക്വൽ ടു ഒരു റോ മെട്രിക്സ് ആണ്. അത് A1 A2 എക്സെട്ര AN, A1 A2 A3 എക്സെട്ര AN, and B is a column matrix. B1 B2 എക്സെട്ര Bn തന്നെ. ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആണ്. ബി എ കോളം മെട്രിക്സ്. ദെൻ എ ഇൻറ്റു ബി, എ ബി ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. A1 ഇൻറ്റു B1, A1 B1 പ്ലസ് A2 B2
plus etc. plus a n b n. So that is the product of a row matrix and a column matrix. Okay. അപ്പോൾ ഇത് എക്സാമ്പിൾ ആയിട്ട് എടുത്ത് 1 2 3 എന്നും ഇത് 3 2 -1 ആണെങ്കിൽ എ ബി എന്ന് പറയുന്നത് ഒരു സിംഗിൾ എലമെൻ്റ് ഇതിനകത്തുള്ളൂ. കറസ്പോണ്ടിങ് ഇപ്പോൾ ഇത് 1/n മെട്രിക്സ് ആണ്, ഒരു റോയും n കോളവുമാണ്. ഇത് n/1 മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൽ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് 1/1 ഒരൊറ്റ എലമെൻ്റ് ഉള്ള ഒരു മെട്രിക്സ് ആയിരിക്കും. ഒരു റോയും ഒരു കോളം ഉള്ള ഒരു സിംഗിൾ എലമെൻ്റ് ആവും. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ എലമെന്റ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് കോളംസ് ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ഓഫ് ദി സെക്കൻഡ് മെട്രിക്സ്, എങ്കിലേ ഈ പ്രോഡക്റ്റ് പോസിബിൾ ആവുകയുള്ളൂ. ഒരു റോ മെട്രിക്സിനെ ഒരു കോളം മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, അതായത് ഒരു ഫസ്റ്റ് റോയിന് ഫസ്റ്റ് കോളം വെച്ച്, ഇനി ഫസ്റ്റ് റോ ഇതൊരു സെക്കൻഡ് കോളം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് റോ ബൈ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ ബൈ തേർഡ് കോളം, ഇങ്ങനെ നമുക്ക് ഈ എലമെന്റ്സ് ഇതോടൊപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷനിലേക്ക് എത്തുമ്പോൾ എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ ഓഫ് ഓർഡർ m by p യും b is equal to matrix bij ഓഫ് ഓർഡർ p by n. പ്രോഡക്റ്റ് പോസിബിൾ ആണെങ്കിൽ നമ്മൾ ഇവിടെ കണ്ടത് നമ്പർ ഓഫ് കോളംസ് ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ദി സെക്കൻഡ് മെട്രിക്സ്. then a into b is of order, അത് m/n ആവും. ഓക്കെ, നമുക്ക് എ ബി ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എ ഇൻറ്റു ബി, ദറ്റ് ഈസ് ഈ പ്രോഡക്റ്റിൻ്റെ ith റോ jth കോളം, അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലെങ്കിൽ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം കാണുന്നതിന് ith റോ ഓഫ് എ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ith റോ ഓഫ് എ ഇനെ jth കോളം ഓഫ് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. jth കോളം ഓഫ് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫോർ ഓൾ I is equal to 1 to etc. m, j is equal to 1 to etc. p ആണ്. p. ഓക്കെ, ഇതിൽ ധാരാളം പ്രോബ്ലം ചെയ്ത് നോക്കണം. പ്രോബ്ലം ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് നല്ലൊരു പ്രാക്ടീസ് ചെയ്തിട്ട് കുറേയധികം പ്രോബ്ലംസ് അതുമായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഫസ്റ്റ് വൺ, ഇൻ ജനറൽ എ ബി നോട്ട് ഈക്വൽ ടു ബി എ. Multiplication is not commutative. In general, that is not commutative. Okay. Now, second property, associative. AB into C is equal to A into BC. That is associative. Okay. Now, third one, distributive. That is A into B plus C is equal to AB plus AC, or A plus B into C. A plus B into C is equal to AC plus BC. C in the right side, right distributive law. The left distributive law. Okay. So that is the distributive law. Now fourth one, identity matrix into A is equal to A, which is equal to A into identity matrix. A into identity matrix. Okay. ഇവിടെ രണ്ടുമൂന്ന് എക്സാമ്പിൾസ് നമുക്ക് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്? രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് 0 വന്നാൽ it is not necessary that one of them is 0. Okay.
The sixth property, if a into b equal to 0, then it is not necessary that either a is equal to 0 or b is equal to 0. ഇതിനൊരു എക്സാമ്പിൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. എക്സാമ്പിൾ നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പ്രോഡക്റ്റ് 0 വന്നാൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആകണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, either a is equal to 0 or b is equal to 0. Next is matrix polynomial. If p of x polynomial, if p of x ഒന്നോ അല്ലെങ്കിൽ f of x എന്ന് ചോദിച്ചാൽ ഈ f of x is equal to a0 plus a1x plus a2x square plus etc plus an x raised to n be a polynomial, nth degree polynomial ആണ്. and let capital A ഒരു square matrix ആണ്. capital A be a square matrix. then അങ്ങനെയാണെങ്കിൽ f of x is if x is replaced by matrix, ഈ കോൺസ്റ്റന്റിന്റെ കൂടെ ഐഡന്റിറ്റി ആകും എന്ന് ഓർക്കുക. a0 into I പ്ലസ് a1a പ്ലസ് a2a സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an ക്യാപിറ്റൽ A റൈസ് ടു n എന്നാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഓർക്കേണ്ട x is replaced by ക്യാപിറ്റൽ A എന്ന് മാറ്റുക. കൂടാതെ കോൺസ്റ്റന്റിന്റെ കൂടെ ഇതൊരു മെട്രിക്സ് ഇക്വേഷൻ ആയിട്ട് മാറും, ഒരു മെട്രിക്സ് എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് മാത്രമായിട്ടില്ല, അവിടെ കൂടെ ഐഡന്റിറ്റി മെട്രിക്സ് ഉണ്ടാവും. ഓക്കെ, വേറെ I is the identity matrix of order n. ഇവിടെ എയുടെ ഓർഡർ n ആണെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഓർഡർ n തന്നെയാവും. Now we have some problems based on principle of mathematical induction. Principle of mathematical inductionൽ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് n കണ്ടെയ്ൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് തരും. എങ്ങനെയാണ്? let p of n be a statement involving positive integer n, a natural number, positive integer n കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തരും. അവിടെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് p of 1 is true such that p of 1 is true. Second one, p of k plus 1 is true whenever p of k is true. രണ്ടാമത്തെ കണ്ടീഷൻ. then p of n is true for all natural number അല്ലെങ്കിൽ or positive integer. That is the principle of mathematical induction. അപ്പോൾ മെട്രിക്സ് തിയറിയിലും പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്ത് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് p of 1 n-ന് 1 കൊടുത്ത റിസൾട്ട് ശരിയാണെന്ന് കാണിക്കുക. അടുത്തത് n-ന് k എന്ന് കൊടുത്തിട്ട് അസ്യൂം ചെയ്യുക. whenever p of k is true, p of k plus 1 is true. എപ്പോഴാണോ p of k ശരിയാവുന്നത് അപ്പോൾ p of k ശരിയാണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് p of k plus 1-ന് അത് പ്രൂവ് ചെയ്യുക. ഓക്കെ, let A is equal to, next is transpose of a matrix. Let A is equal to matrix Aij of order m by n, comma. Okay, then the transpose of capital N of the matrix A denoted by A raised to capital T or A dash is an n by m matrix such that A transpose is equal to matrix
AJI of order n by m. Okay, now we have some properties. What are the properties? These are the important properties. First one, A transpose, the whole transpose is equal to A. Second one, A plus B, the whole transpose is equal to A transpose plus B transpose. Now third one, K into A, the whole dash or all transpose is equal to K into A transpose. And fourth one, AB, A into B, the whole dash or transpose is equal to B transpose into A transpose. Now fifth one, product of three matrices ABC, the whole transpose is equal to C transpose into B transpose into A transpose. Okay, so these are the properties of transpose of a matrix. Next is symmetric matrix. See, a square matrix A is equal to matrix Aij of order n by n. Matrix square ആയതുകൊണ്ട് n by n എടുക്കാം. is a symmetric matrix if condition ഇതാണ് Aij is equal to Aji for every I, j. That is, Aയും അതിൻ്റെ ട്രാൻസ്പോസും സെയിം ആവണം. Symmetric matrix. Okay. Now the second one is skew-symmetric matrix. A is equal to matrix Aij of order m by n is called a skew-symmetric matrix. Skew-symmetric matrix if A transpose is equal to minus A. That is, Aij is equal to minus Aji for every I, j. That is skew-symmetric. Now we have some properties for skew-symmetry matrix. All the diagonal elements are zeros. All the main diagonal elements. All the main diagonal elements of a skew-symmetric matrix are zeros. Okay. Every square matrix can be written as the sum of a symmetric and skew-symmetric matrix. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. Every square matrix can be expressed as sum of two matrices. രണ്ട് മെട്രിക്സിൻ്റെ സമ്മാക്കി നമുക്ക് എഴുതാം. of which one is symmetric. അതിൽ ഒരെണ്ണം സിമെട്രിക്കും and the other is skew-symmetric. Okay.